സുഹൃത്തുക്കളെ, എല്ലാവർക്കും മനോഹരമായൊരു സായാഹ്നം നേരുന്നു. കടലുകൾക്കും വൻകരകൾക്കും അപ്പുറം നമ്മൾ മലയാളികൾ ഇങ്ങനെ ഒത്തുചേരുമ്പോൾ ഇത് വെറും ഒരു സ്റ്റേജ് ഷോ അല്ല, ഇതൊരു കുടുംബ സംഗമമാണ്. ആഘോഷ ആഹ്ലാദങ്ങൾ നിറഞ്ഞൊരു ഒത്തുചേരും. ഒരു മലയാളിക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഒരു ജർമ്മൻ കാര്യമാണ്. നമ്മുടെ ഭാഷയെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഏതൊരു മലയാളിയേക്കാളും മുന്നേ നമുക്ക് ആദ്യത്തെ നിഘണ്ടുവും വ്യാകരണ പുസ്തകങ്ങളും നൽകി അക്ഷരങ്ങളുടെ ലോകം തുറന്നു നിന്ന ഒരു മഹാമനുഷ്യ ഹെർമൻ ഗുണ്ടർട്ട്. തലശ്ശേരിയിലെ ഇല്ലിക്കുന്ന് ബംഗ്ലാവിലിരുന്ന് മലയാളത്തെ പ്രണയിച്ച ഗുണ്ടർട്ട് സാഹിബിലൂടെ തുടങ്ങിയ ആ ബന്ധം ഇന്ന് നമ്മൾ കാത്തു സൂക്ഷിക്കും. അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കായിട്ട് തലശ്ശേരി ഗുണ്ടർട്ട് മ്യൂസിയം, നമ്മുടെ ഭാഷ ഇത്രയേറെ സൃഷ്ടിച്ച മഹാന്റെ ജന്മനാട്ടിൽ വന്ന് നിൽക്കാൻ കഴിഞ്ഞതിലൊരു മലയാളി എന്ന രീതിയിൽ, ഒരു കലാകാരൻ എന്ന നിലയിൽ എനിക്ക് ലഭിച്ച വലിയ ഭാഗ്യമാണ്. ഇന്ത്യയും ജർമ്മനിയും തമ്മിലുള്ള ബന്ധം കേവലം സാങ്കേതിക വിദ്യയിൽ മാത്രം ഒതുങ്ങുന്നതല്ല, അത് ആശയങ്ങളുടെയും സംസ്കാരത്തിൻ്റെയും കൈമാറ്റം കൂടിയാണ്. സാങ്കേതിക വിദ്യയിലും ശാസ്ത്രത്തിലും ജർമ്മനി എന്നും ലോകത്തിന് വഴികാട്ടിയാണ്. ആ അറിവുകൾ നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. നമ്മുടെ നാടിൻ്റെ പച്ചപ്പും സംസ്കാരവും മനസ്സിൽ സൂക്ഷിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളാണ് നമ്മുടെ നാടിൻ്റെ യഥാർത്ഥ അംബാസഡർ. എൻ്റർടൈൻമെൻറ്റും ആഘോഷമേളവും ഒക്കെ ഇനി തുടങ്ങാം. ഈ രാത്രി നമ്മുടേതാണ്, കലയുടേതാണ്. ഈ ഒത്തുചേരൽ എന്നും ഓർമ്മിക്കപ്പെടും. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹം, നന്ദി. ഒരു കാര്യം, ഒരു പക്ഷേ ഒരു സാഹസമായിരിക്കും, എങ്കിലും ഇത് വേണമെന്ന് മനസ്സ് പറയുന്നു. നമ്മുടെ ഭാഷയെ ഇത്രയേറെ സ്നേഹിച്ച മഹാനായ ഗുണ്ടർട്ടിനോടുള്ള പ്രതീകാത്മകമായ ആദരവ്. അതിനായി ഒരു ജർമ്മൻ സോങ്ങിൻ്റെ ഏതായാലും വരിക ഇവിടെ പാടാൻ എൻ്റെ കൂടെ ഗ്രാമി അവാർഡ് വിന്നർ, ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട വരും. അതുപോലെ തന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല കീബോർഡ് പ്ലെയറായ അനീഷ് ഞാൻ പേര് തെറ്റിച്ച് പറഞ്ഞാണ്, അനുപാട്. കൂടെ ഒരുപാട് പേരുണ്ട്, എല്ലാവരെയും ഞാൻ ക്ഷണിക്കുന്നു. ഇതെന്താണ് ഇവിടെ പൊന്നാടെ? അല്ല, ഒരു മലയാളത്തനിമ ഇരുന്നോട്ടെന്ന് വിചാരിച്ചില്ല ലാലേട്ടാ. ജർമ്മൻ സോങ് ഒരു രക്ഷയില്ല. അമേസിംഗ്. അമേസിംഗ് എന്ന് പറഞ്ഞാൽ
ഡയറക്ടർ ഈ സിനിമയിലൊന്ന് പാട്ട് പാടാൻ ട്രൈ ചെയ്തൂടെ? അല്ല ഈ സ്റ്റേജിലൊക്കെ ഒന്ന് പാടി തളിയട്ടെ എന്നിട്ട്. ഡയറക്ടർ എത്ര പടത്തിൽ പാട്ട് പാടി ഹിറ്റ് ഞാൻ ആക്കിയിട്ടുണ്ട്. കേട്ടിട്ടില്ലല്ലോ. സോറി ലാലേട്ടാ, അച്ഛൻ അങ്ങനെ അറിയാം. It's okay, it's okay. അതല്ല നിങ്ങളൊക്കെ ആരാന്ന് കൂടി ഒന്ന് പറഞ്ഞു തന്നെ ഉശ്ശോ, എന്റെ ജിമ്മി, നമ്മൾ ആരാന്ന് പോലും അറിയാതെ നമ്മളോട് എത്രത്തോളം സ്നേഹത്തോടെയാണ് ലാലേട്ടൻ സംസാരിച്ചത്. ലാലേട്ടൻ, you are amazing. Amazing എന്ന് പറഞ്ഞാൽ വേറൊരു amazing. അല്ല, ആ പാട്ട് പാടുന്ന പയ്യൻ ഞങ്ങളെ കുറിച്ചൊന്നും പറഞ്ഞില്ലായിരുന്നോ? ബിദു പ്രതാപ്. ആ സ്റ്റേജില് വലിഞ്ഞ് കയറി വന്ന 3 മഹാന്മാരെ കുറിച്ച് ഇത് പ്രതാപ് പറഞ്ഞിരുന്നു. എവിടെ മൂന്നാമത്തെ ആള്? അല്ല, ജിമ്മി, മഹാൻ എന്ന് പറയുന്നത് തെറിയൊന്നുമല്ലല്ലോ. ആക്ച്വലി അച്ചായൻ ഈ പരിപാടിയുടെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു സ്പോൺസറാണ്. അപ്പൊ അച്ചായൻ ഈ സ്റ്റേജിന്റെ പുറകിലൊരു പബ് സെറ്റപ്പ് ഒക്കെ ഉണ്ട്. അപ്പോ അച്ചായന്റെ അച്ചാർ കമ്പനിയായിട്ട് ചേർന്നിട്ട് ഞങ്ങള് ലാലേട്ടനുമായിട്ടൊരു കൊളാബറേഷൻ ആണ് ആഗ്രഹിക്കുന്നത്. കൊളാബറേഷൻ? കൊളാബറേഷൻ ഞാൻ പറയാം. അച്ചായ വേറൊന്നുമല്ല, കുറെ നാളായിട്ട് ഭാര്യ അച്ചാമ്മയുടെ പേരിൽ ഒരു അച്ചാർ ഉണ്ടാക്കിക്കൊണ്ട് നടക്കുക. ജർമ്മനിയിൽ ഒരു മനുഷ്യനൊന്ന് തിരിഞ്ഞു നോക്കണമല്ലോ. പുറകിലൊരു ബാറുണ്ട്, വെറുതെ കൊടുക്കാന്ന് പറഞ്ഞിട്ട് പോലും ആർക്കും വേണ്ട. അപ്പൊ ലാലേട്ടൻ ഒരു പരസ്യം ചെയ്ത് തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അതേ പിടിച്ചങ്ങ് കീർക്കൊള്ളാം. പരസ്യം, ഒരു ഫോട്ടോ എന്ത് ഫോട്ടോ? ഫോട്ടോ ഒന്നും ഇല്ലെങ്കിൽ അച്ചാർ ഇങ്ങനെ കയ്യിലെടുത്തിരുതാ, ഇങ്ങനെ എടുത്തിരുതാ, ഇങ്ങനെ നിൽക്കുന്ന ഒരു ഫോട്ടോ. ഇങ്ങനെ ഒന്നും അച്ചാർ ഇങ്ങനെ ഒരു പാത്രത്തിൽ ഇങ്ങനെ എടുത്തിരുതാ, ഇങ്ങനെ നിൽക്കുന്ന അങ്ങനെ നിൽക്കുന്നു. നല്ല ഫോട്ടോ. ഒരു കാര്യം ചെയ്യും, കൊളാബറേഷനൊക്കെ ആന്റണി ആയിട്ടൊന്ന് ബാബു ആന്റണി വന്നിട്ടുണ്ടോ? ആന്റണി പെരുമ്പാവൂർ. ആന്റണി പെരുമ്പാവൂരിനെ ആർക്കറിയാൻ പറ്റും? എനിക്കറിയാലോ, കാഞ്ഞിരപ്പള്ളിക്കാരനല്ലേ, എനിക്കറിയാം. അതെ, നീ ഒന്ന് പുറത്തോട്ട് നിന്ന് ഞാൻ ലാലേട്ടനോട് ഒരു പേഴ്സണൽ കാര്യം ഒന്ന് സംസാരിക്കാം. കേൾക്കാൻ പാടില്ല. ലാലേട്ട, ഞാൻ ആരോടും പറയല്ല, ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയണം. എന്താണ്? ഈ വരുണിന്റെ ബോഡി എവിടെയാ കുളിച്ചിട്ടേക്കുന്നത്? ആരുടെ ബോഡി? അറിയാൻ മേലാത്തുള്ള കള്ളൻ എനിക്ക് അറിയാനുണ്ട് കുടിച്ചിട്ടെന്ന്. എവിടാന്ന് പറഞ്ഞു? ഏത് വരുൺ? മറ്റേ ഐജിയുടെ മറ്റേ മോനിലെ വരുൺ, അവന്റെ ബോഡി എവിടെ കൊണ്ട് കുടിച്ചിട്ട്? അല്ല, ആരോട് പറഞ്ഞാലും തന്നോട് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത് കഴിഞ്ഞ 13 വർഷമായിട്ട് നാട്ടിൽ തെരഞ്ഞെടുത്ത് കിട്ടാത്തതാണ് ഇവിടെ വന്നത്. ഇയാള് പോയ വണ്ടി ഇവിടെ സഹദേവൻ ആരെങ്കിലും ആയിക്കോട്ടെ. മറ്റേ കാര്യം എന്ന് പറഞ്ഞാൽ വേണ്ട സഹോദര, ഇയാളെ ഒന്ന് വിളിച്ചോട്ടെ. ഞാൻ വേറെ പ്രോഗ്രാമാണ് വിളിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഈ ജർമ്മൻ പാട്ടൊക്കെ കിട്ടും. മലയാള തനിമയുള്ള ഒരു പാട്ട് വേണ്ടേ? ശരി, ഒരു കാര്യം ചെയ്യ്. ഇതൊന്ന് ഊരിയ പൊന്നാട. ശരി, ഓക്കെ. അപ്പൊ ആ പറഞ്ഞത് എങ്ങനെ ശരി. എല്ലാവരുടെയും ആഗ്രഹത്തിലൊരു മലയാള സോങ്. മലയാള ഭാഷകൾ മാതക ഭംഗി മലർമന്ദ ഹാസമായി വിരിയും